السلام عليكم ورحمة الله. كتب 61. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. كتبيان شرح. وفي عبارة المصنف تسامح. മുസന്നിഫിന്റെ ഇബാറത്തിൽ തസാമുഹുണ്ട്. മുസന്നിഫിന്റെ ഇബാറത്ത് ഏതാണ്? അവിടെ മത്തിനിൽ പറഞ്ഞില്ലേ, വമിൻ ഹാദാ തബയ്യന അദമു ഇസ്തിൽസാമി തളമ്മുനി അൽ ഇൽതിസാമ എന്ന് നമ്മൾ പറഞ്ഞല്ല. അതായത് മുതാബക്കിയായ ദലാലത്ത് തളമ്മുനിയ ദലാലത്തിനെ ലാസിമാക്കൂല. അതോടുകൂടെ മുതാബക്കിയായ ദലാലത്ത് ഇൽതിസാമിയ ദലാലത്തിനെ ലാസിമാക്കും എന്നുള്ളത് അങ്ങനെ യഖീനുള്ള കാര്യവും അല്ല എന്ന് നമ്മൾ പറഞ്ഞല്ല. അത് സംബന്ധമായിട്ട് വിശദീകരിച്ചുകൊണ്ട് ആ മുസന്നിഫ് പറഞ്ഞു, വമിൻ ഹാദാ തബയ്യന അദമു ഇസ്തിൽസാമി തളമ്മുനിൽ ഇൽതിസാമ. അതായത് ഈ പറഞ്ഞതുകൊണ്ട് തളമ്മുനിയായ ദലാലത്ത് ഇൽതിസാമിയായ ദലാലത്തിനെ ലാസിമാക്കുകയില്ല എന്ന കാര്യം വ്യക്തമായി എന്ന് പറഞ്ഞല്ല. ആ പറഞ്ഞ ഇബാറത്തിൽ തസാമുഹുണ്ട്. എന്ന് വെച്ചാൽ അവിടെ പറയേണ്ടതായ രൂപത്തിലുള്ള ഇബാറത്തല്ല, അവിടുത്തെ വിഷയം വിവരിക്കാൻ പറ്റിയ രൂപത്തിലുള്ളതായ ഇബാറത്തല്ല മുസ്ലിം കൊണ്ടുവന്നത്. ഒരു കെലിമത്തിന്റെ കുറവ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ഷാരി പറയുന്നത്, വഫീ ഇബാറത്തിൽ മുസന്നിഫി, മുസന്നിഫിന്റെ ഇബാറത്തിലുണ്ട് എന്തുണ്ട്? തസാമുഹുണ്ട്. തസാമു എന്ന് ഇവിടെ പറഞ്ഞില്ലേ, അതായത് തബയ്യന അദമു ഇസ്തിൽസാമി തളമ്മുനിൽ ഇൽതിസാമ എന്നുള്ളത്. സത്യത്തിൽ അവിടെ വേണ്ടത് എങ്ങനെയാണെന്നറിയാം. തബയ്യന അദമു തബയ്യുനി ഇൽതിസാമി തളമ്മുനി ഐ ഇൽതിസാമ എന്നാണ് വേണ്ടത് ഇബാറത്ത്. അവിടെ ഏത് പോയി? ഈ തബയ്യുനി എന്നുള്ളതായ ലഫ്ള് അവിടെ പോയി. വേണ്ടത് എങ്ങനെയാണ്? തബയ്യന അദമു തബയ്യുനി ഇൽതിസാമി തളമ്മുനിൽ ഇൽതിസാമ എന്നാണ് വേണ്ടത്. ആ ഇബാറത്ത് അതിൽ നിന്ന് എന്ത് ചെയ്ത് ആ ഒരു കെലിമത്ത് പോയി. അതുകൊണ്ട് അവിടെ തസാമുഹുണ്ട് എന്നിട്ട് വിശദീകരിക്കുന്നു. ഫഇന്നൽ ലാസിമ, തീർച്ചയായിട്ടും ലാസിമായ കാര്യം, മിമ്മാ ദക്കറഹു, മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഇബാറത്തിൽ നിന്നും വ്യക്തമാകുന്ന വിഷയം, ലൈസ, അത് അല്ല. അത് അല്ല. എന്തല്ല? അതായത് തബയ്യുന അദ്മി ഇൽതിസാമി തളമ്മുനിൽ ഇൽതിസാമ, തളമ്മുനിയായ ദലാലത്ത് ഇൽതിസാമിയായ ദലാലത്തിനെ ലാസിമാക്കൂല എന്നുള്ള കാര്യം വ്യക്തമാണ് എന്നതല്ല മുസന്നിഫിന്റെ ഇബാറത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. മനസ്സിലായില്ല? തളമ്മുനിയായ ദലാലത്ത് ഇൽതിസാമിയായ ദലാലത്തിനെ ലാസിമാക്കൂല എന്ന കാര്യം അല്ല, ലാസിമാക്കൂല എന്ന കാര്യം വ്യക്തമാണ് എന്നല്ല മുസന്നിഫ് പറഞ്ഞതിന് കിട്ടുന്നത്. സത്യത്തിൽ അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ അങ്ങനെ ഇവിടെ കിട്ടുന്നില്ല. പിന്നെ ഇവിടെ കിട്ടുന്ന വിഷയത്തെ എന്താണ്? ബൽ, എങ്കിലും അദമു തബയ്യുനി ഇൽതിസാമി തളമ്മുനിൽ ഇൽതിസാമ, തളമ്മുനിയായ ദലാലത്ത് ഇൽതിസാമിയായ ദലാലത്തിനെ പിന്നെ ലാസിമാക്കും എന്ന കാര്യം പിന്നെ വ്യക്തമല്ല എന്നാണ് കിട്ടുന്നത്. അദമു തബയ്യുനി ഇൽതിസാമി ഇതാണ് കിട്ടുന്നത്. പിന്നെ എന്ത് കിട്ടുന്നില്ല? അതായത് ലാസിമാക്കൂല എന്നുള്ള കാര്യം വ്യക്തമാണ് എന്നിവിടെ കിട്ടുന്നില്ല. പിന്നെ വ്യക്തമല്ല എന്നാണ് എന്ത് ചെയ്യുന്നത്?
കിട്ടുന്നത്. കാരണം എന്താ? ആ രണ്ട് ഇബാറത്തും വ്യത്യാസമുണ്ട്. ഏത് ഇബാറത്ത്? ഒന്ന് അതുമു തബയ്യുനി ഇൽത്തിസാമി തളമ്മുനിൽ ഇൽത്തിസാമ എന്നതും, അതുപോലെ തന്നെ തബയ്യുനു അതിമി ഇൽത്തിസാമി തളമ്മുനിൽ ഇൽത്തിസാമ എന്ന ഈ രണ്ട് ഇബാറത്തും വ്യത്യാസമുണ്ട്. വൽ ഫർഖു ബൈനഹുമ, ഇവ രണ്ടിന്റെയും ഇടയിലുള്ളതായ വ്യത്യാസം രണ്ടെണ്ണം മനസ്സിലായില്ലേ? ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും. അതായത് ആദ്യം പറഞ്ഞപ്പോ എന്താണ്? തബയ്യുനു അതിമി ഇസ്തിൽസാമി തളമ്മുനിൽ ഇൽത്തിസാമ. രണ്ടാമത്തത് ഏതാണ്? അദമു തബയ്യുനി ഇസ്തിൽസാമി തളമ്മുനിൽ ഇൽത്തിസാമ. ഈ രണ്ട് ഇബാറത്തിന്റെയും ഇടയിൽ എന്തുണ്ട്? ഫർക്കുണ്ട് എന്നാണ് പറയുന്നത്. ഫർക്കുണ്ട് എന്ന് പറഞ്ഞാല് ഇവിടെ ഇപ്പം ഏത് തബയ്യന പിന്നെ അദമു ഇൽത്തിസാമി തളമ്മുനിൽ ഇൽത്തിസാമ, ഇൽത്തിസാമിയായ ദലാലത്തിന് തളമ്മുനിയായ ദലാലത്ത് ലാസിമാക്കൂല എന്ന് വ്യക്തമാകുക. ലാസിമാക്കൂല എന്നത് വ്യക്തമാകുക. ഇതിന്റെ മാന എന്താണ്? ഇതിന്റെ മാന തളമ്മുനിയായ ദലാലത്ത് ഇസ്തിൽസാമിയായ ദലാലത്തിന് ലാസിമാക്കൂല എന്നുള്ള കാര്യം വ്യക്തമാണ്. നല്ല മനസ്സിലാക്കണം അവിടെ. മനസ്സിലായില്ല? തളമ്മുനിയായ ദലാലത്ത് ഇൽത്തിസാമിയായ ദലാലത്തിന് ലാസിമാക്കൂല എന്നത് വ്യക്തമാണ്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഇബാറത്തിന്റെ മാന. രണ്ടാമത് പറഞ്ഞ മാന അങ്ങനല്ല. രണ്ടാമത് പറഞ്ഞ മാന എന്താണ്? തളമ്മുനിയ ദലാലത്ത് ഇൽത്തിസാമിയ ദലാലത്തിന് ലാസിമാക്കും എന്നുള്ളത് വ്യക്തമല്ല, ലാഹിറല്ല എന്ന്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ആദ്യം പറഞ്ഞത് ഏതാണ്? പിന്നെ ഒന്ന് ളുഹൂറുൽ അദ്മാണ്, ഒന്ന് ളുഹൂറുൽ അദ്മാണ്, പിന്നെ മറ്റത് അദമുൽ ളുഹൂറാണ്. ഈ ളുഹൂറുൽ അദമും അദമുൽ ളുഹൂറും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസം ഉണ്ടല്ലോ, അല്ലേ? രണ്ടും വ്യത്യാസമുണ്ട്. കാരണം എന്താ? ഈ അദമുൽ ളുഹൂർ എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ അദമുൽ ളുഹൂർ എന്നുള്ളത് ആ വസ്തുവിന്റെ പിന്നെ അദമാണ്, അദമ് ലാഹിറാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റും. കാരണം എന്താ? അതായത് ഒരു വിഷയത്തെ സംബന്ധിച്ച് അറിവില്ല എന്നുള്ളത് ആ വിഷയം ഇല്ല എന്നത് കൊണ്ടുള്ള അറിവല്ലല്ലോ. ഇപ്പൊ ഉദാഹരണം പറയാം, അതായത് മുഹമ്മദിനെ സംബന്ധിച്ച് ഓനക്ക് അറിവില്ല. ഈ മുഹമ്മദിനെ സംബന്ധിച്ച് അറിവില്ല എന്നത് കൊണ്ട് മുഹമ്മദ് ഇല്ല എന്നത് കൊണ്ടുള്ള അറിവുണ്ടാവോ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? മുഹമ്മദ് ഇല്ല എന്നുള്ള പറയാൻ പറ്റുമോ? ഓൻ മനസ്സിലാക്കിയിട്ടില്ല. അതാ പറഞ്ഞു വൽ ഫർഖു ബൈനഹുമാ, ഇവ രണ്ടിന്റെയും ഇടയിലുള്ളതായ ഫർക്ക് ലാഹിറും വ്യക്തമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോ അവർ എന്തായി? മുതാബക്കിയായ ദലാലത്ത് തളമ്മുനിയ ദലാലത്തിലേക്കും ഇൽത്തിസാമിയ ദലാലത്തിലേക്കും ആവശ്യമാകൂല. നേരെ മറിച്ചുകൊണ്ട് തളമ്മുനിയ ദലാലത്തും ഇൽത്തിസാമിയ ദലാലത്തും മുതാബക്കിയ ദലാലത്തിലേക്ക് ആവശ്യമാവും. അപ്പൊ ഈ മുതാബക്കിയ ദലാലത്തിന്റെ താബികളാണല്ലോ ഏത്? ഈ തളമ്മുനിയ ദലാലത്തും ഇൽത്തിസാമിയ ദലാലത്തും. അപ്പൊ ഈ തളമ്മുനിയ ദലാലത്ത് ഇൽത്തിസാമിയ ദലാലത്തിന് ലാസിമാക്കൂല. പിന്നെ അതുപോലെ ഇൽത്തിസാമിയ ദലാലത്ത് തളമ്മുനിയ പിന്നെ ദലാലത്തിനെയും എന്ത് ചെയ്യൂല? ലാസിമാക്കൂല. രണ്ടും താബിയല്ലോ. ഒരു താബി മറ്റേ താബിയെ ലാസിമാക്കുകൊള്ളുന്നില്ലല്ലോ. മത്തുപോകാൻ തന്നാലും വേണ്ടില്ല. ഇനി വിശദീകരിക്കുന്നു. എന്നാൽ അമ്മാഹുമ, ഇവ രണ്ടും ഏതാണ്? ഇവ രണ്ടും അത്തളമ്മുനു വൽ ഇൽത്തിസാമു, തളമ്മുനിയായ ദലാലത്തും ഇൽത്തിസാമിയായ ദലാലത്തും. തളമ്മുനിയായ ദലാലത്തും ഇൽത്തിസാമിയായ ദലാലത്തും ഫമുസ്തൽസിമാനി, അത് രണ്ടും എന്താണ്? ലാസിമാക്കുന്നതാണ്. ഫമുസ്തൽസിമാനി, അത് രണ്ടും എന്ത് ചെയ്യും? ലാസിമാക്കും. മനസ്സിലായില്ലേ? തളമ്മുനിയ ദലാലത്തും ഇൽത്തിസാമിയായ ദലാലത്തും അത് ലാസിമാക്കും. എന്തിനെയാണ് ലാസിമാക്കുന്നത്? അത് മുതാബക്കിയായ ദലാലത്തിന് മുതാബക്കിയായ ദലാലത്തിന് എന്ത് ചെയ്യും? ലാസിമാക്കും. മനസ്സിലായ? ഇനി എനിക്ക് കാരണം പറയാണ്. അന്നഹുമ, തീർച്ചയായിട്ടും ഈ തളമ്മുനിയായ ദലാലത്തും ഇൽത്തിസാമിയായ ദലാലത്തും
ലാ യൂജദാനി അവ രണ്ടും എത്തിക്കപ്പെടുകയില്ല ഇല്ല മഅഹ മുതാബഖയോടുകൂടി. കാരണം എന്താ? തളമ്മുനുണ്ടാകുന്നത് മുതാബഖയിൽ നിന്നാണ്, ഇൽതിസാം ഉണ്ടാകുന്നത് മുതാബഖയിൽ നിന്നാണ്. മുതാബഖ ഇവിടെ കാര്യത്തിൽ മൗജൂദാവുമ്പോഴേ തളമ്മുനുണ്ടാവുള്ളൂ, ഇൽതിസാം ഉണ്ടാവുള്ളൂ. മനസ്സിലായ? അപ്പൊ അതടിസ്ഥാനത്തില് മുതാബഖിയായ ദലാലത്ത് ഇല്ലാത്ത പക്ഷം ഏതുണ്ടാവില്ല? തളമ്മുനിയ ദലാലത്ത് ഉണ്ടാവില്ല, ഇൽതിസാമിയ ദലാലത്തും എന്ത് ചെയ്യൂല? ഉണ്ടാവില്ല. എന്നാൽ ഇനി കാരണം പറയാം. അന്നഹുമ തീർച്ചയായിട്ടും ഈ തളമ്മുനിയ ദലാലത്തും ഇൽതിസാമിയായ ദലാലത്തും താബിആനിലഹ അത് മുതാബഖിയായ ദലാലത്തിന് താബിയാകും. അപ്പം മുതാബഖിയ ദലാലത്ത് മത്ബൂആയി, ഇൽതിസാമിയ ദലാലത്തും തളമ്മുനിയ ദലാലത്തും താബിയുമായി. കാരണം താബി മത്ബൂഇനെ നിർബന്ധമാക്കുമല്ലോ. മത്ബൂ ഇല്ലാതെ എന്ത് താബി ഉണ്ടാവില്ലല്ലോ. മത്ബൂ ഇല്ലാതെ ഏതുണ്ടാവില്ല? താബി ഉണ്ടാവില്ല. നേരെ മറിച്ചുകൊണ്ട് താബി വേണമെന്നില്ല മത്ബൂ ഉണ്ടാവണമെങ്കിൽ. അതാണ് കണ്ടായാൽ മതി. വത്താബിയു താബി എന്ന് പറയുന്നത് മിന്നൈസു ഇന്നഹു താബിയുൻ താബിയാണ് എന്ന ഭാഗത്തിലൂടെ. ലാബുദ്ധമി മത്ബൂബി തോന്നി മത്ബൂ ഇല്ലാതെ ഉണ്ടാവില്ല. ഒരു താബിയാണ് എന്നുള്ള ഹൈസിയത്ത് എടുക്കുമ്പോഴാണ് ഏത് പിന്നെ വിഷയം വരുന്നത്? മത്ബൂ ഇല്ലാതെ താബി ഉണ്ടാവില്ല എന്നുള്ള വിഷയം വരുന്നത്. അപ്പൊ താബി അത്യാവശ്യം. അപ്പൊ ഈ ഐസിയത്ത് അത്യാവശ്യമാണ്. ഏത് ഐസിയത്ത്? മിൻ ഐസു ഇന്നഹു താബി എന്നത് പറയാണ്. വൈന്നമാ കയ്യത എന്നാ അവിടെ മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി കൈത് കൊടുത്തു. ബിൽ ഹൈസിയത്ത് കൊണ്ട് കൈത് കൊടുത്തു. അത് കൊടുത്തില്ല. മിൻ ഐസു ഇന്നഹു താബിയും ബിദൂനിൽ മത്ബൂഇനാണല്ലോ ആര് പറഞ്ഞത്? മുസ്ലിം റഹ്മത്തുള്ളാഹി പറഞ്ഞത്. അവ മുസ്ലിം റഹ്മത്തുള്ളാഹി ഐസിയത്ത് കൊണ്ട് എന്ത് ചെയ്ത്? കൈത് കൊടുത്തു. എന്തിനാണ് അവർ ഐസിയത്ത് കൊണ്ട് കൈത് കൊടുത്തത്? ഇഹ്തിറാസൻ സൂക്ഷിക്കുവാൻ വേണ്ടി. അനി താബിയിൽ അമ്മായ താബീനെ തൊട്ട് സൂക്ഷിക്കുക. താബി പല രൂപം ഉണ്ടാവാം, അമ്മുണ്ടാവും, അവസുണ്ടാവും. അമ്മായ താബീനെ തൊട്ട് എന്താണ്? സൂക്ഷിക്കാനാണ്. ഉദാഹരണം ഏതുപോലെ? ഹറാറത്ത് പോലെ നാരിന്. നാറ് എന്നുള്ളത് മത്ബൂ ആണ്, ഹറാറത്ത് എന്നുള്ളത് താബിയാണ്, അല്ലേ? നേരെ മറിച്ചുകൊണ്ട് ഈ ഹറാറത്ത് എന്നുള്ളതായ താബി മത്ബൂ ആവുന്ന നാറന്നെ വേണമെന്നുണ്ടാവും. അല്ല, വേറെ ഉണ്ടാവാം. നാറില്ലാത്തയിടത്തും ഏതുണ്ടാവാ? ഹറാറത്ത് ഉണ്ടാവാം. ഷംസിൽ ഹറാറത്ത് ഉണ്ടാവില്ല. ഷംസിൽ ഹറാറത്ത് ഉണ്ടാവുമല്ല. അതേപോലെ തന്നെ ഹർക്കത്തില് ഏതുണ്ടാവാ? ഹറാറത്ത് ഉണ്ടാവാം. ഉണ്ടായിക്കൂടെ? ഉണ്ടാവാം. അതാണ് കൽ ഹറാറത്ത്, ഈ ഹറാറത്ത് പോലെ. ഏതിനൊക്കെയുള്ള ഹറാറത്ത്? ലിന്നാരി, നാറിനൊക്കെയുള്ള, നരകത്തിന് തീയ്ക്കുള്ളതായ ഹറാറത്ത് പോലെ. ഫൈന്നഹ തീർച്ചയായും ഈ ഹറാറത്താവുന്നത് താബിയത്തുല്ലിന്നാരി, അത് നാറിനോട് താബിയാകുന്നതാണ്. വഖദ് തൂജതു ചിലപ്പോൾ എത്തിക്കപ്പെടുന്നതാണ് ബിദൂനിഹ അതില്ലാതെ. ഏതില്ലാതെ? ഈ നാറില്ലാതെയും ഏതുണ്ടാവാ? ഹറാറത്തുണ്ടാവാ. ഏതുപോലെ? കമാഫി ഷംസി, ഷംസിലുള്ളത് പോലെ. അതുപോലെ തന്നെ വൽ ഹർക്കത്തിലുമുള്ളത് പോലെ. ഹറാറത്തൊന്നല്ല അവിടെ, ഹർക്കത്തന്നാണ്. ഹർക്കത്തിൽ ഏതുണ്ടാവാ? ഹറാറത്തുണ്ടാവുമല്ല. എന്നാൽ വായിച്ചേ. എന്നാൽ അമ്മാമിൻ ഐസു ഇന്നഹ താബിയത്തുല്ലിന്നാരി. ഇനി നമ്മൾ ഏത് ഐസിയത്തെടുത്ത്? അമ്മാമിൻ ഹൈസു ഇന്നഹ, ഈ ഹറാറത്ത് എന്നുള്ളത് താബിയത്തുല്ലിന്നാരി, നാരിനക്ക് താബിയാണ് എന്ന ഹൈസിയത്തിലൂടെ നോക്കുകയാണെങ്കിൽ പലാതുര്യതില്ല. ശരിയാണ്. നാരിനക്കുള്ള ഹറാറത്ത് അവിടെ വിഷയം. നാറിനക്കുള്ള ഹറാറത്ത് എന്ന ഐസിയത്ത് എടുക്കുകയാണെങ്കിൽ അപ്പൊ നാറില്ലാതെ ഹറാറത്ത് ഉണ്ടാവില്ല. അല്ലെ മുത്തലക്കായ രൂപത്തിലുള്ള ഹറാറത്താണോ നമ്മൾ പിന്നെ എത്തിബാർ ചെയ്യുന്നതെങ്കിൽ അപ്പൊ അത് ഇത് വേണമെന്നില്ല, അവിടെ നാറ് വേണമെന്നില്ല.
അതാ പറഞ്ഞ അമ്മാ മിന്നൈസ് ഇന്ന താബിയത്തുൽ ലിന്നായി ഫലാ തൂജിദു ഇല്ലാ മാഹ. മനസ്സിലായ? എങ്കിൽ വഫീ ഹാദൽ ബയാൻ, ഇതുപോലെ വിശദീകരിച്ചല്ല. എന്താ വിശദീകരിച്ചത്? അതായത് മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി മിന്നൈസ് ഇന്നഹു താബിയുൻ എന്ന് പറഞ്ഞത് അമ്മായ താബീനെ തൊട്ട് ഇത്തിറാദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അമ്മായ താബീനെ തൊട്ട് ഇത്തിറാദ് ചെയ്യാന് പറഞ്ഞതാണ്. ഏത് മിനൈസ്? കാരണം മിനൈസ് ഇടുമ്പോ അവിടെ അമ്മായി പിന്നെ താബിയയിൽ പെടൂല എന്ന് പറഞ്ഞ ഈ വിശദീകരണത്തിലുണ്ട് നെഹുറൻ, ഒരു നെഹുറുണ്ട്, ചെറിയ ഒരു സംശയം. എന്താ സംശയം എന്നറിയാം? ഈ അന്ന താബിയ താബിയാവുന്നത് ഈ സൂറയില് ഇവിടെ ചെറിയൊരു കിയാസ് വന്നല്ല. ഏതാ കിയാസ്? തലമുനിയ ദലാലത്തും ഇൽതിസാമിയായ ദലാലത്തും മുതാബക്കിയ ദലാലത്തിനൊക്കെ താബിയാണ്. മുതാബക്കിയ ദലാലത്തിനൊക്കെ താബിയാണ്. അതാണ് ഏത്? പിന്നെ സൂറ. കുബറ ഏതാണ്? അതായത് പിന്നെ അതായത് ഇന്ന താബിയ ലാ യൂജദു ബിദൂനിൽ മത്ബൂഇ. താബി എന്ന് പറഞ്ഞാല് അത് പിന്നെ മത്ബൂ ഇല്ലാതെ എന്ത് ചെയ്യൂല? എത്തിക്കപ്പെടും. മനസ്സിലായില്ലേ? മത്ബൂ ഇല്ലാതെ ഏതുണ്ടാവൂല? താബി ഉണ്ടാവൂല. മനസ്സിലായ? അപ്പൊ എന്തിപ്പോ പറഞ്ഞത്? അതായത് തളമുനിയായ ദലാലത്തും ഇൽതിസാമിയ ദലാലത്തും താബിയാണ് മുതാബക്കിയ ദലാലത്തിനോട്. അതോടുകൂടെ പിന്നെ ഒരു താബിയാവും, ഒരു താബിയാവുന്നത് അത് താബിയാണ്. ആ താബിയെ മത്ബൂ ഇല്ലാതെ എന്ത് ചെയ്യൂല? ഉണ്ടാവില്ല. ഇതാണ് കുബറ. എന്നാൽ ഈ അന്ന താബിയ ബി സൂറ, ഈ സൂറയിലുള്ളതായ താബി, ആ സൂറ നമ്മൾ പറഞ്ഞില്ല അന്ന തളമുനിയ, അതായത് ഇൽതിസാമിയ ദലാലത്തും തളമുനിയ ദലാലത്തും താബിയാനിൽ മുതാബക്കത്തിന് പറഞ്ഞ താബിയാനുണ്ടല്ലോ. ഈ താബി അപ്പൊ ഈ സൂറയിലുള്ളതായ താബി ഇൻ കുയ്യിദ, ഇവരെന്ത് ചെയ്ത്? കൈത് കൊടുക്കപ്പെട്ടു. ഏതുകൊണ്ടാണ് കൈത് കൊടുക്കപ്പെട്ടത്? ബിൽ ഐസിയത്ത്, ഐസിയത്ത് കൊണ്ട് എന്ത് ചെയ്ത്? കൈത് കൊടുത്തു. അപ്പൊ ഐസിയത്ത് കൊണ്ട് കൈത് കൊടുത്താൽ നമ്മൾ എങ്ങനെ പറയും? സൂറേത് എങ്ങനെ പറയും? സൂറത്ത് ഐസിയത്ത് കൊടുക്കുന്നത്, സൂറേത് ഐസിയത്ത് കൊടുക്കുമ്പോൾ എങ്ങനെ വരും? തളമുനിയായ ദലാലത്ത് അത് താബിയാണ്. എങ്ങനെ താബി? അതായത് തളമുനിയായ ദലാലത്ത് അത് താബിയാണ്. ആ തളമുനിയായ ദലാലത്ത് താബിയാണ് എന്ന ഭാഗത്തിലൂടെ മിൻ ഹൈസു ഹുവ താബിയുൻ, മിൻ ഹൈസു ഹുവ താബിയുൻ. അപ്പൊ തളമുനിയായ ദലാലത്ത് താബിയാണ്, മിൻ ഹൈസു ഹുവ താബിയുൻ. ആ തളമുനിയായ ദലാലത്ത് താബിയാണ് എന്ന ഭാഗത്തിലൂടെ അത് താബിയാണ്. അവിടെ താബീന്റെ അവിടെ എന്ത് ചെയ്ത്? നമ്മൾ കൈത് കൊടുത്ത് മിൻ ഹൈസു ഹുവ താബിയുൻ. അപ്പൊ അവിടെ ഈ നമ്മൾ പറഞ്ഞ താബി മഹ്മൂലായി, നല്ല മനസ്സിലാക്കണം, മഹ്മൂലായി. മനസ്സിലായില്ലേ? എന്നിട്ട് പറയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞാൽ മനഇനാഹ, നമ്മൾ അതിനെ മൻഫി ചെയ്യും. ആ സൂറയെ നമ്മൾ മൻഫി ചെയ്യും. സൂറയില് മിന്നൈസ്, അതായത് മിന്നൈസ് ഇന്നഹു ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? അതിനെ മഞ്ഞ് ചെയ്യും. അത് ശരിയാവൂല. ശരിയാവൂല എന്ന് പറയാനുള്ള കാരണം എന്താ? കാരണം ഇതന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ്. തളമുനിയായ ദലാലത്ത് എന്നുള്ളത് താബിയാണ്. മിൻ ഹൈസു ഹുവ താബിയുൻ, അത് തളമുന് താബിയാണ് എന്നുള്ള ഭാഗത്തിലൂടെ. മനസ്സിലായില്ലേ? കാരണം തളമുനിയായ ദലാലത്ത് താബി തന്നെയാണല്ലോ. തളമുനിയായ ദലാലത്ത് താബി തന്നെയാണല്ലോ. ആ താബിയാന്നുള്ള കൈതാണ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യുവരെ? താബിയാന്ന് കിട്ടൂലേ? എന്ത് പരിപാടിയാ? അതാ നമ്മൾ പറഞ്ഞ അതിന് മഞ്ഞ് ചെയ്യും. അഭാവാദം ശരിയല്ല. ഇനി നമ്മൾ ഇനി എന്ത് ചെയ്ത്? വക്കത് തൂജത് അല്ല വൈലം തുകയത് ബിഹ. ഇനി എന്ത് ചെയ്തില്ല? ഈ മിന്നൈസ് ഇന്നോ എന്നുള്ളത് ആ കൈത് കൊണ്ട് എന്ത് ചെയ്തില്ല? നമ്മള് കൈത് കൊടുത്തില്ലാന്ന് വെക്കാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്തില്ല? കൈത് കൊടുത്തില്ല. അങ്ങനെ കൈത് കൊടുക്കാതെ വന്നാൽ അപ്പൊ എന്ത് വരുവാണ്? ഈ ഹദ്ദൗസത്ത് തക്കറൂറാവൂല. ഹദ്ദൗസത്ത് എന്താവൂല? തക്കറൂറാവൂല. കാരണം കുബറയിൽ എന്ത് വന്നിട്ടുണ്ട്? മിന്നൈസ് താബി വന്നിക്കണല്ല.
കുബറേൽ ഏത് വന്നിക്കണം മിന്നൈസു ഇന്നഹു താബിയു നിന്ന് കുബറേൽ വന്നിക്കണം. അപ്പൊ സൂറേലും എന്ത് വേണം എന്നാണ്. കാരണം താബി എന്നുള്ളതാണ് ഇവിടെ അദ്ദൗസത്ത്. അദ്ദൗസത്ത് തക്രാറാവുമ്പോഴാണല്ലോ സാധാരണ നതീജ പുറപ്പെടുള്ളൂ. അല്ലാതെ മുത്തഗയ്യിറുൻ കുല്ലു മുത്തഗയ്യിറിൻ നാജിസും ഫല്ലാതെ മുനാജിസും. അവിടെ മുത്തഗയ്യിർ എന്ന് പറയുന്നത് അദ്ദൗസത്താണ്. ഈ അദ്ദൗസത്ത് സൂറയിലുള്ള അദ്ദൗസത്ത് കുബറേക്കും വരണം. അപ്പേ എന്ത് കിട്ടുള്ളൂ? നതീജ പുറപ്പെടും. അതാണ് അപലം യതകററിൽ അദ്ദൗസത്ത്. അദ്ദൗസത്ത് എന്താവൂല? തക്കറൂറാവൂല. അദ്ദൗസത്ത് തക്കറൂറാവാതെ വന്നാല് മനസ്സിലായില്ലേ? ഫലം യുൻതിജിസു മത്ലൂബ. അപ്പൊ അവിടെ മത്ലൂബിനക്ക് എന്താവൂല? നതീജ കൊടുക്കും. മത്ലൂബിന് എന്ത് ചെയ്യൂല? നതീജ പുറപ്പെടുവിക്കൂലാന്ന്. കാരണം നതീജ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ പറയപ്പെട്ടതായ അദ്ദൗസത്ത് തകറാറായി വരണം. പക്ഷെ വ്യക്തമായി പറയുകയാണെങ്കിൽ കുല്ലിയായ ഉഖമായിന്റെ അഭിപ്രായ പ്രകാരമുള്ള നിയമത്തിലേക്ക് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അദ്ദൗസത്ത് പിന്നെ തകറാറായ ആവലമെന്ന് നിർബന്ധമൊന്നുമില്ല. നതീജ പുറപ്പെടണമെങ്കിൽ എന്തുണ്ടായാൽ മതി? തകറാറാണ് എന്നുള്ള ഒരു ഇൽമ അവനക്കുണ്ടായാൽ മതിയെന്നാ. നമ്മളിപ്പോ വിഷയം പറയുമ്പോൾ അതിനെപ്പറ്റി ഒരു അറിവ് എനിക്ക് ഉണ്ടാവുമല്ലോ. ഈ അറിവിന് എന്തുണ്ടായാൽ മതി? തക്കറൂറുണ്ട് എന്നുള്ള അറിവുണ്ടായാൽ മതിയെന്നാ നതീജ പുറപ്പെടണമെങ്കിൽ. പിന്നെ ലഫ്ലിയായ രൂപത്തിൽ തന്നെ അദ്ദൗസത്ത് തകറാറായി വന്നോളണമെന്നും നിയമമൊന്നുമില്ല. ഇതാണ് സത്യത്തിൽ പിന്നെ മനാസികത്തിന്റെ അഭിപ്രായത്തിലേക്ക് ചിന്തിച്ചാല് നമുക്ക് വ്യക്തമാകുന്നത്. യുംകിനും എന്നാൽ സൗകര്യപ്പെടും. അയുജാബ അൻഹു അതിലേക്ക് ഈ പറഞ്ഞതിലേക്ക് മറുപടി പറയപ്പെടാൻ കഴിയും. എങ്ങനെ മറുപടി പറയാൻ കഴിയും? ബി അന്നൽ ഹൈസിയത്ത് ഫിൽ കുബറ. അത് നല്ല മറുപടിയാണ്. അപ്പൊ ഈ പറയാൻ പോണ മറുപടി ആരോഗ്യകരമായ മറുപടിയാണ്. ബി അന്നൽ ഹൈസിയത്ത് ഫിൽ കുബറ. കുബറയിലുള്ള ഹൈസിയത്ത് ഉണ്ടല്ലോ, അത് ലൈസ കൈതല്ലിൽ ഔസത്തി. ഓക്കെ, അദ്ദൗസത്തിനക്ക് കൈതാന്ന് വെക്കണ്ടാന്ന്. അദ്ദൗസത്തിനക്ക് കൈതാണ് എന്ന് വെക്കുമ്പോഴാണ് അദ്ദൗസത്ത് സൂറയില് തക്കറൂറില്ലാത്ത വിഷയം വരുള്ളൂ. മനസ്സിലായില്ലേ? അദ്ദൗസത്തിനക്കുള്ള കൈതായി വെക്കുമ്പോഴാണ് പ്രശ്നം വരിക. നേരെ മറിച്ചുകൊണ്ട് കുബറയിലുള്ളതായ ഈ ഐസിയത്ത് അദ്ദൗസത്തിനക്ക് കൈതായി വെക്കാനാ മതി. അദ്ദൗസിന് കൈതായി പിന്നെ വെറുതെ എന്തിനാ ഒരു ഐസിയത്ത് കൊടുത്ത്? അപ്പൊ ചോദ്യം വരൂലേ? അതിന്റെ മറുപടി വരെ പിന്നെ വലിയ ഹുക്കുമി ചെയ്യാ, പക്ഷെ ഹുക്കുമി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വലിയ ഹുക്കുമി ചെയ്യാ, അതായത് കുബറൽ എന്ത് ചെയ്യണം? ഹുക്കുമി ചെയ്യണം, അതിനു വേണ്ടിയാണ്. അങ്ങനെ ആവുമ്പോ എന്ത് ചെയ്യും? അപ്പൊ അദ്ദൗസത്ത് എന്താവും? അവിടെ തക്കറൂറായി വരും. അപ്പം തിരിഞ്ഞും പുറപ്പെടുവിക്കും. പക്ഷെ ഞാൻ എങ്കിലും അല്ലാസിമു മിനൽ മുഖദ്ദിമത്തൈനി, ഈ പറഞ്ഞ മുഖദ്ദിമയിൽ നിന്ന് ലാസിമ. മുഖദ്ദിമ സൂറയും കുബറയും, സൂറയും കുബറയും. ആ സൂറയും കുബറയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ലാസിമാകുന്ന വിഷയം അന്ന തളമ്മുന, തീർച്ചയായിട്ടും തളമ്മുനിയായ ദലാലത്ത്. മിന്നൈസു ഇന്നഹു താബിയുൻ, അത് താബിയാണ് എന്ന ഭാഗത്തിലൂടെ ലാ യൂജദു ബിദൂനിൽ മത്ലൂബി, മത്ലൂബില്ലാതെ എന്ത് ചെയ്യും? എത്തിക്കപ്പെടും. പക്ഷെ വൈറുൽ മത്ലൂബി, അതിവിടെ തേടപ്പെടാത്ത കാര്യമാണ്. തലമുനിയായ ദലാലത്ത് താബിയാണ് എന്ന ഭാഗത്തിലൂടെ താബക്കിയായ ദലാലത്തില്ലാതെ എത്തിക്കപ്പെടേണ്ട ആവശ്യം അങ്ങനെ പറഞ്ഞ് ശരിയല്ല. മനസ്സിലായ? എന്നിട്ട് അത് വിശദീകരിക്കുകയാണ്. വൽ മത്ലൂബ്, യഥാർത്ഥത്തിലുള്ള മത്ലൂബ് എങ്ങനെ പറയണം? ഇങ്ങനെ പറഞ്ഞാൽ മതി. അത് ശാരി എനിക്കൊരു അവസാന തീരുമാനം പറയാം, ഇങ്ങനെ അത് പറഞ്ഞാൽ മതി. എന്നാ ഇപ്പൊ നിങ്ങൾ പ്രശ്നമൊന്നും വരൂല. അന്നത്തലമുന മുത്തലക്ക, അന്നത്തലമുന തീർച്ചയായിട്ടും തലമുനിയായ ദലാലത്ത്. മുത്തലക്കൻ, മുത്തലക്കായ രൂപത്തിലുള്ള തലമുനിയായ ദലാലത്ത്. അത് ഏത് ഐതിഹ്യത്തിൽ ഉണ്ടായാലും വേണ്ടില്ല, ഐതിഹ്യത്തിൽ ഇല്ലെങ്കിലും വേണ്ടില്ല. എങ്ങനെ വന്നാലും തലമുനിയായ ദലാലത്ത് ലാ യൂജദു ബിദൂനിൽ മുതാബഖ, മുതാബഖിയായ ദലാലത്തില്ലാതെ തലമുനിയായ ദലാലത്ത് ഉണ്ടാവൂല. അങ്ങനെ നിരുപാധികം അങ്ങോട്ട് പറഞ്ഞാൽ മതിയെന്ന്.
അന്ന തളമ്മുന മുത്തലക്ക നിരുപാധികമായിട്ട് തളമ്മുനെ വിലയിരുത്തുക. അവൻ നിരുപാധികമായി തളമ്മുനെ വിലയിരുത്തി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം വരൂല. പക്ഷെ വൗവ വൈറുലാദിമിൻ അവിടെ ഈ പ്രശ്നമൊക്കെ വന്നത്. പക്ഷെ മുസന്നിഫിന്റെ ഇബാറത്തിന് കിട്ടുന്നില്ല. കാരണം മുസന്നിഫിന്റെ ഇബാറത്തിന് വരുന്നത് മുഖയ്യതായ തളമ്മുനാ വരുന്നത്, മുത്തലക്കായ തളമ്മുനല്ല. മനസ്സിലായില്ല? മുസന്നിഫിന്റെ ഇബാറത്തിൽ നിന്ന് വരുന്നത് മുത്തലക്കായ തളമ്മുനല്ല വരുന്നത്, മുഖയ്യതായ തളമ്മുനാണ്. അതുകൊണ്ടാണ് ഇത്രയും വിഷയങ്ങൾ ഇവിടെ ചർച്ചകൾ പിന്നെ കൊണ്ടുവരേണ്ടി വന്നത്. അപ്പൊ ഈ ഇബാറത്തിൽ മുസന്നിഫ് തസാമു എന്നൊക്കെ ശരി പറയേണ്ടി വന്നത് അതാ കാരണം. ഓക്കെ, അൽഹംദുലില്ലാഹ്. വല്ലാഹു അലം ബിസ്സവാബ്. ഊസീകും ബിദ്ദുആ.